ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മാങ്ങയും മീനും ഇട്ട് മഞ്ഞക്കറി വെക്കുന്നതാണ്. എന്നിട്ട് തേങ്ങ ഇട്ടു, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ് സ്പൂണ്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒരു 8-9 പീസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി. പിന്നെ നമ്മളിതിൽ എരി വരുന്നതെന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെയാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു 2-3 പച്ചമുളകും കൂടെ മിക്സിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാവും, ഇത് ഫൈനായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ മിക്സ്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചെണ്ണ മതി. കടുവൊന്ന് ജസ്റ്റ് കടുവും കറി പിന്നെ ഉലുവയും കൂടെ ജസ്റ്റ് പൊട്ടാനായിട്ടുള്ള കേട്ടോ. അപ്പോൾ കടുവ് കുറച്ച് മതി. ഉലുവ കുറച്ച് അധികം ഇടണം, കാരണം ഉലുവയുടെ മണമാണ് ഇതിന് മുൻപിൽ നിൽക്കുന്നത്. ഉലുവ ഒരു 2 കുഞ്ഞ് സ്പൂൺ കിടക്കുന്നത്, അതിൽ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കടുക് 1 സ്പൂൺ. ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കറി ഒഴിക്കാം. ഓക്കെ, കറി ഒഴിച്ചു. കുറച്ച് പുളി ഒഴിക്കണ്ട, പിന്നെ മാങ്ങ ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1 തക്കാളി അരിഞ്ഞതും 3-4 പച്ചമുളകും, നമുക്ക് എത്രത്തോളം എരി ആവശ്യമുണ്ടോ അത്രത്തോളം പച്ചമുളക് ചേർക്കുക. മുളക് പൊടിയല്ല ഇത് ചേർക്കുന്നത്, പച്ചമുളകാണ് ഇതിൻ്റെ എരി വരുന്നത് കേട്ടോ. മുളക് പൊടി ഒരു മഞ്ഞ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിട്ടിട്ടുള്ളത് മാത്രമാണ്. നമുക്കിനി പച്ചമുളക്, തക്കാളി, മാങ്ങ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. കേസ് ഇത് വെന്ത് വരണം. അപ്പോൾ ഇത് നോർമലി നമുക്ക് ഇത് തിളച്ച് വരുന്ന മീനിടുന്ന വരെ നമ്മൾ ജസ്റ്റ് ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോയിട്ടില്ല കൊത്തുംബീരയും പോലെ ഇരിക്കും. ഈ ഫൈനായിട്ട് അരച്ചതൊക്കെ മാറിയിട്ട് കൊത്തുംബീരയും പോലെ കിടക്കും. അപ്പോൾ നമ്മളിതൊന്ന് വന്ന് മീനിടുന്ന വരെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇളക്കി നിൽക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു മീനുകളുണ്ടല്ലോ, അതാണ് കുഞ്ഞു മീനുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പം തിള വന്നു കഴിഞ്ഞു. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മാങ്ങ ഒന്ന് ഏവുന്നവരെ നമ്മൾ വെച്ചിട്ടുണ്ട്. കുഞ്ഞു മീനാണ്, മീനിടാം. നല്ല ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് പറയാം. ഇത് നല്ല എരി വേണമെന്നുള്ളവർ പച്ചമുളക് അത് കണക്ക് ആഡ് ചെയ്യുക. ഞാനിതിലൊരു ടോട്ടൽ 5-6 പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ മക്കൾക്ക് അത്ര എരി താല്പര്യമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ എരിയുള്ളവർ ഇതിൻ്റെ എരി വരുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് എരി വരുന്നത് പച്ചമുളകിൻ്റെതാണ്. അപ്പം കറക്റ്റ് നിങ്ങൾ പച്ചമുളക് ഒരു 10 എണ്ണമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരി ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. മാങ്ങയുടെയും ആ തക്കാളിയുടെയും ഒക്കെ പുളി